ഹായ് ഫ്രണ്ട്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രുചികരമായ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കോളിഫ്ലവർ എഗ് റൈസിൻ്റെ റെസിപ്പി നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു സവോള, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, 2 പച്ചമുളക്. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി ആവശ്യമായത് 3 മുട്ട, 100 ഗ്രാം കോളിഫ്ലവർ കഴുകി ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി വേണ്ടത് 1 കപ്പ് അരി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ബസുമതി റൈസ് ആണ്. ഇനി ഇത് തയ്യാറാക്കാനായി പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ 1 തണ്ട് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവോള, ക്യാരറ്റ്, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും സവോളയൊന്ന് വേവാനായിട്ട് മൂടി ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വേവിക്കാം. ശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം. വാടി വരുന്ന പരുവത്തിൽ വേവിച്ച കോളിഫ്ലവർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് വരുന്ന പരുവത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം 3 മുട്ട കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ മുട്ടയെല്ലാം നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. നന്നായി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നല്ലതായിട്ട് മസാലയും റൈസും ഒന്ന് മിക്സായിട്ട് വരണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയായാൽ വളരെ എളുപ്പത്തിലും രുചിയോടെയും തയ്യാറാക്കാൻ പറ്റിയ കോളിഫ്ലവർ എഗ് റൈസ് തയ്യാറായി കഴിഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻസിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.